ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് ഒരു ജനറൽ ക്ലാസ്സാണ്. അതായത് ഈ PSC എക്സാം, പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള ഒരു ക്ലാസ്സാണിത്. പക്ഷേ എന്നാലും ഇത് ഡിഗ്രിയിലും PGയിലും ഒക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കാം, +2കാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു പാസേജാണ്. ഇത് ഇന്ത്യൻ എക്കോണമിയിലുമുണ്ട്, അതുപോലെ തന്നെ പബ്ലിക് ഫിനാൻസിലുമുണ്ട്. രണ്ടിലും ഉള്ള കോമൺ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ഇൻ ഇന്ത്യ. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ഇൻ ഇന്ത്യ, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ അതിന് മുമ്പ് എന്താണ് ടാക്സ് എന്ന് നമ്മളൊന്നറിയണം. വാട്ട് ഈസ് ടാക്സ്? ഞാനത് പറഞ്ഞിട്ടുണ്ട്. ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ പീപ്പിൾ ടു ദ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഫോർ ദെയർ സർവീസ് റെൻഡേഡ് ടു ദ പബ്ലിക്. ദാറ്റ് മീൻസ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ഇപ്പോൾ ഗവൺമെൻറ് ധാരാളം ജനറൽ യൂട്ടിലിറ്റി സർവീസ് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷന്, എഡ്യൂക്കേഷന്, ഹെൽത്ത്, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലമായിട്ട് നമ്മൾ ഗവൺമെൻറ്റിന് ഒരു തുക കൊടുക്കും. ആ തുകയെ വിളിക്കുന്ന പേരാണ് നികുതി, ടാക്സ് എന്ന് പറയും. അപ്പോൾ ഓർത്തോണം, ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കമ്പൽസറിയാണ്, നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷന് ഒരുപാട് ചിലവുകളുണ്ട്, അതിൻ്റെ ഒരു ഭാഗം നമ്മളാണ് വഹിക്കേണ്ടത്. അതുകൊണ്ട് കമ്പൽസറി കോൺട്രിബ്യൂഷനാണ് നമ്മൾ ഗവൺമെൻറ്റിന് കൊടുത്തേ പറ്റത്തുള്ളൂ. എന്തിനു വേണ്ടി നമ്മൾ കൊടുക്കുന്നു? ഫോർ ദെയർ സർവീസസ് റെൻഡേഡ് ടു ദ പബ്ലിക്. പബ്ലിക്കിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, അതിന് നമ്മൾ കൊടുക്കുന്ന സേവനമാണ്. അപ്പോൾ ദ കമ്പൽസറി കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ പീപ്പിൾ ടു ദ ഗവൺമെൻറ് ഫോർ ദ ജനറൽ സർവീസസ് സച്ച് ആസ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്. അതുപോലെ തന്നെ ഈ ടാക്സ് എന്ന് പറയുന്നത് ജനറലി ഡിവൈഡഡ് ഇൻടു 2 കാറ്റഗറീസ്. 2 കാറ്റഗറി ആയിട്ട് ടാക്സിനെ തിരിക്കാം. നമ്പർ 1 ഡയറക്റ്റ് ടാക്സ്, നമ്പർ 2 ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ നികുതി എന്ന് പറയും. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ പരോക്ഷ നികുതി. എന്താണ് വാട്ട് ഈസ് ഡയറക്റ്റ് ടാക്സ്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് നമ്മളിൽ, അതായത് പേഴ്സൺസ്, അവരുടെ വെൽത്ത്, അതിൽ ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന ടാക്സ്, അതാണ് എന്ത്? ഡയറക്റ്റ് ടാക്സ്. ഒരു ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ it is imposed by the state upon the income and wealth of the people who are expected to bear the burden of tax. അതായത് ടാക്സ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ബർഡനാണ്, ഒരു യൂട്ടിലിറ്റിയാണ്, നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു ഗുണമുള്ളതല്ല. പക്ഷേ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മൾ ഒരു സിറ്റിസണാണ്, ഇന്ത്യൻ സിറ്റിസണാണ്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്കൊരു യൂട്ടിലിറ്റി ഇല്ല. ദാറ്റ് ഈസ് യൂട്ടിലിറ്റിയാണ്, അല്ലെ ഡിസ്സാറ്റിസ്ഫാക്ഷനാണ് എന്ന് പറഞ്ഞാൽ ഒരു ബർഡനാണ്, ടാക്സ് ബർഡനാണ്. അപ്പോൾ ആ ബർഡൻ നമ്മൾ വഹിക്കാൻ തയ്യാറാണ്. അപ്പോൾ ആ ടാക്സിൻ്റെ ബർഡൻ നമ്മൾ വഹിക്കുന്നു. അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ, അല്ലെ നമ്മുടെ വർക്കിൽ, അല്ലെ നമ്മുടെ ഇൻകത്തിൽ ഏർപ്പെടുത്തുന്ന ആ ടാക്സിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ടാക്സ്. ഓർത്തിരുന്നോണം. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് ഈസ് എ ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദ സ്റ്റേറ്റ് അപ്പോൺ ദ ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് പേഴ്സൺസ് ഹു ആർ എക്സ്പെക്റ്റഡ് ടു ബിയർ ദ ബർഡൻ ഓഫ് ടാക്സ്. അപ്പോൾ ടാക്സ് ബർഡൻ നമ്മൾ അനുഭവിച്ചോളാം, അല്ലെ നമ്മൾക്ക് റെഡിയാണ് എന്നുള്ള ഇതിൽ നമ്മുടെ ഇൻകത്തിലും പ്രോപ്പർട്ടിയിലും ഏർപ്പെടുത്തുന്ന ടാക്സിനെ ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കാം. അത് എക്സാമ്പിൾ പറഞ്ഞാൽ എന്തൊക്കെ? ഇൻകം ടാക്സ്, അതുപോലെ വെൽത്ത് ടാക്സ്, ലാൻഡിന് കൊടുക്കുന്ന ടാക്സ്, ഇതെല്ലാം തന്നെ ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ അകത്തിൽ വരുന്ന ഘടകങ്ങളാണ്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ മെറിറ്റ്, വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ദ ഡയറക്റ്റ് ടാക്സ്? ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ ഗുണം എന്താണ്? മെറിറ്റ് അല്ലെ അഡ്വാൻറ്റേജ്? സർട്ടൻറ്റി, നമുക്കറിയാം, കൊടുത്തേ പറ്റത്തുള്ളൂ. സർട്ടനാണ് ടാക്സ് പേയ്മെൻറ്റ്, സർട്ടൻ കൊടുത്തേ പറ്റത്തുള്ളൂ. അതിൻ്റെ ടൈമും കൊടുക്കുന്ന ഓഫീസ് ഉൾപ്പെടെ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഇക്വിറ്റിയാണ്. ഇറ്റ് ഈസ് ഇക്വറ്റബിൾ പേയ്മെൻറ്റ്, എല്ലാവരും കൊടുത്തേ പറ്റത്തുള്ളൂ. അതായത് ഇൻകം ഉള്ള എല്ലാവരും കൊടുത്തേ പറ്റും. ഇക്വറ്റബിൾ ആണ്, നമുക്ക് നീതീകരിക്കാവുന്നതാണ്. അതുപോലെ ഇറ്റ് ഈസ് എക്കോണമി, അതായത് എക്കോണമിയാണ്. അതിൻ്റെ ടാക്സ് കളക്ഷൻ റെഡ്യൂസ്ഡ് ടു ദ മിനിമം ആയിരിക്കണം. വളരെ മിനിമം ടാക്സ് കളക്ഷനേ ആകാവൂ. കാരണം ടാക്സ് കളക്ഷൻ്റെ റേറ്റ് മിനിമം ആയിരിക്കണം. അതാണ് എക്കോണമി. പിന്നെ ഇലാസ്റ്റിസിറ്റിയാണ്. ടാക്സ് ക്യാൻ ബി റേസ്ഡ് ഓർ റെഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെൻറ്. അപ്പോൾ ഇലാസ്റ്റിക്കാണ്, കൂടുകയോ കുറയുകയോ ചെയ്യാം. അതുപോലെ ലെസ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ ടാക്സ് കൊടുക്കാതെ പിന്നെ മാറിപ്പോകുന്ന ആൾക്കാരുണ്ട്. അതായത് കറക്റ്റായിട്ട് ഇൻകം ഒന്നും കാണിക്കത്തില്ല, ഫയലുകളൊന്നും സബ്മിറ്റ് ചെയ്യാതെ പിന്നെ ടാക്സിൽ നിന്ന് ഔട്ടാകുന്ന പലരുമുണ്ട്. അതായത് പിന്നെ ടാക്സ് കൊടുക്കാതെ കള്ളത്തരത്തിലൂടെ മാറുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഡയറക്റ്റ് ടാക്സ് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇവേഷൻ, അതായത് കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇവേഡ് ചെയ്യാൻ, ടാക്സിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുപോലെ തന്നെ ജസ്റ്റിസാണ്, നീതിപൂർവമാണിത്. അതുപോലെ സിവിക് കോൺഷ്യസ്നെസ്, ഒരു
സിവിക് കോൺഷ്യസ്നെസ് മീൻസ് ഒരു പൗരബോധം. നമുക്കൊരു തോന്നലടാ, നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്, നമ്മളൂടെ കൊടുക്കുന്ന ടാക്സ് കൊണ്ടാണ് ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നത് അല്ലെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, അപ്പം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണെന്നൊരു ബോധം, ഒരു പൗരബോധം, അതാണ് സിവിക് കോൺഷ്യസ്നെസ്. അതുപോലെ റിഡക്ഷൻ ഇൻ ഇന്നീക്വാളിറ്റി എല്ലാം, അതായത് യാതൊരു തരത്തിലുള്ള ഇന്നീക്വാളിറ്റിയും ഇല്ല, ഇക്വാളിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ടാക്സാണ് ഡയറക്റ്റ് ടാക്സ്. എന്നാൽ ഇതിന് ഡീമെറിറ്റും ഉണ്ട്. ഡീമെറിറ്റ് ധാരാളമുണ്ട്. ഇൻകൺവീനിയൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടാക്സ് കൊടുക്കുമ്പോൾ നമുക്ക് ഇൻകം കിട്ടുന്ന അതേ സമയത്ത് ടാക്സ് കൊടുക്കാൻ ഒക്കുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പലപ്പോഴും ഇപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം എന്നൊക്കെ പറയുന്ന ലാൻഡ് ടാക്സ് ഒക്കെ കൺവീനിയൻ്റ് അല്ല, നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ ഒക്കുന്നതല്ല. ആ ടാക്സിൻ്റെ സമയമനുസരിച്ച് നമുക്ക് ഇൻകം കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു ആവറേജ് ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഇൻകൺവീനിയൻസ് ആണ്. അതുപോലെ അൺപോപ്പുലർ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കാമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിൻ്റെ ഒരു വീതം സർക്കാർ നമ്മൾ ചുമ്മാ കൊടുക്കുന്ന ഒരു തോന്നൽ വരത്തില്ലയോ? ദാറ്റ് ഈസ് അൺപോപ്പുലർ. അതുപോലെ അൺഎക്കണോമിക്കാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ ടാക്സ് കൂടുതലോ കുറവോ ഒക്കെ വരും, എന്നാലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്കല്ല, അൺഎക്കണോമിക്കാണ്. അതുപോലെ തന്നെ പോസിബിലിറ്റി ഓഫ് ടാക്സ് ഇവേഷൻ. മുമ്പേ നമ്മൾ പറഞ്ഞു ടാക്സിൽ നിന്ന് ടാക്സ് വെട്ടിപ്പ് നടക്കത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ വെട്ടിപ്പ് നടക്കാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ ഇറ്റ് ഈസ് ലെവീഡ് ഓൺ സർട്ടൺ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. അത് അറിയാമല്ലോ, എല്ലാവരിലും ഈ ഇൻകം ടാക്സ് ഇല്ല, കുറച്ച് പേരിലേ ഉള്ളൂ. സർട്ടൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻകം ഉള്ള ആൾക്കാരിൽ മാത്രമേ ഇതുള്ളൂ. അതൊരു ഇൻകൺവീനിയൻസ് ആണ്. അതുപോലെ ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ക്യാപിറ്റൽ ഫോർമേഷൻ. കാരണം നമുക്ക് ടാക്സ് കൊടുക്കണമെന്നൊരു ബോധം വരുന്നതുകൊണ്ട് പലരും കാശുള്ളവർ അനങ്ങാതങ്ങിരിക്കും. അപ്പോൾ ടാക്സ് നഷ്ടപ്പെടുന്നതുകൊണ്ട് ക്യാപിറ്റൽ ഫോർമേഷൻ, അതായത് മൂലധനം സമാഹരിക്കാനൊക്കെ അത് വരുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്, UDCs. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഇത് സ്യൂട്ടബിൾ അല്ല. കാരണം അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് ടാക്സ് ഏർപ്പെടുത്തി കഴിയുമ്പോൾ അവരതിൽ നിന്ന് പിന്മാറും. അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് സ്യൂട്ടഡ് അല്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പൊളിറ്റിക്കൽ ഡിസിഷൻ. അതാ വേറൊരു കുഴപ്പം. കാരണം ഓരോരോ ഗവൺമെൻറ് മാറി വരികയാണ്. മാറി വരുന്ന ഗവൺമെൻറ് അവരുടെ ഇഷ്ടം അനുസരിച്ചാണ് ഇത് ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്? മുമ്പേ പറഞ്ഞതിന് ഓപ്പോസിറ്റാണ്. ഇൻഡയറക്റ്റ് ടാക്സ് മീൻസ് ഒരാളിൽ ഗവൺമെൻറ് ഏർപ്പെടുത്തും, പക്ഷേ അവരല്ല കൊടുക്കുന്നത്, ഒരു ഏജൻറ്റാണ്. ആ ഏജൻ്റ് അല്ല സർക്കാരിന് കൊടുക്കും, പക്ഷേ അവരുടെ കാശ് നല്ല കൊടുക്കുന്നത്. കസ്റ്റമേഴ്സിൽ നിന്ന് ടാക്സ് പിരിച്ചെടുത്ത് ഏജൻറ്റ് സർക്കാരിന് കൊടുക്കുക. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കച്ചവടക്കാരൻ, അപ്പോൾ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്ന കച്ചവടക്കാരൻ നേരിട്ടാണ്. പക്ഷേ രസം എന്താണെന്ന് ചോദിച്ചാൽ അത് കച്ചവടക്കാരൻ്റെ പൈസയല്ല. കച്ചവടക്കാരൻ വിൽക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൽ നിന്ന് കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഏജൻറ്റ് കൊടുക്കുക. അതാണ് പരോക്ഷ നിധി, ഡയറക്റ്റ് അല്ല. അതാണ്. അപ്പോൾ എന്താ, ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ പേഴ്സൺസ് ഹു ആർ എക്സ്പെക്റ്റഡ് ടു ഷിഫ്റ്റ് ദ ബർഡൻ ഓഫ് ടാക്സ് ടു അതർ പീപ്പിൾ. അതായത് ഇവിടെ ടാക്സ് ഷിഫ്റ്റ് ചെയ്യും. ഒരാളിൽ ഏർപ്പെടുത്തുന്നു, പക്ഷേ ആ ടാക്സ് അയാൾ മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗവൺമെൻറ് ടാക്സ് ഏജൻറ്റിന് അല്ലെ ബിസിനസ്സുകാരന് ഏർപ്പെടുത്തും, പക്ഷേ ബിസിനസ്സുകാരൻ അത് കസ്റ്റമേഴ്സിലേക്ക് മാറ്റുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ഡയറക്റ്റ് ടാക്സിൽ അങ്ങനെ ഷിഫ്റ്റ് ഇല്ല. നമ്മുടെ ഇൻകം, നമ്മുടെ പ്രോപ്പർട്ടിയെ ബേസ് ചെയ്ത് ടാക്സ് നമ്മൾ തന്നെ നേരിട്ട് കൊടുക്കണം, ഇടനിലക്കാരനില്ല. നേരെ മറിച്ച് ഇൻഡയറക്റ്റ് ടാക്സിൽ ഇടനിലക്കാരനുണ്ട്. അപ്പോൾ എന്താ ഇൻഡയറക്റ്റ് ടാക്സ്? ഇറ്റ് ഈസ് ടാക്സ് ഇമ്പോസ്ഡ് അപ്പോൺ ദ പേഴ്സൺസ് ഹു ആർ എക്സ്പെക്റ്റഡ് ടു ഷിഫ്റ്റ് ദ ബർഡൻ ഓഫ് ടാക്സ് ടു അതേഴ്സ്. അതായത് മറ്റുള്ളവരിലേക്ക് ഈ ടാക്സിൻ്റെ ബർഡൻ ഷിഫ്റ്റ് ചെയ്യാവുന്ന ടാക്സിനെയാണ് എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ്, പരോക്ഷ നികുതി എന്ന് പറയും. അല്ലെ മറ്റു തരത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ്ലി ഓൺ ഇൻകം ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ പീപ്പിൾ ത്രൂ ദെയർ കൺസംഷൻ പാറ്റേൺ, ദാറ്റ് ഈസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ആ പർച്ചേസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഇൻഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഒരു ടാക്സ്, അതിനെയാണ് എന്താ പറയുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ്. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ കസ്റ്റംസ് ഡ്യൂട്ടി അറിയാമല്ലോ, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൽ ഏർപ്പെടുത്തുന്ന ഒരു ടാക്സാണ്. പിന്നെ അതുപോലെ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്ഷൻ കേന്ദ്രത്തിൽ ഏർപ്പെടുത്തുന്ന ഡ്യൂട്ടിയെ വിളിക്കുന്ന പേരാണ് എക്സൈസ് ഡ്യൂട്ടി. അതുപോലെ തന്നെ സെയിൽസ് ടാക്സ് വിൽപ്പന നികുതി. ഇതിനെയെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് പെടുത്താം, ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. ഇനി വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് അല്ലെ അഡ്വാൻറ്റേജ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്? എന്തൊക്കെയാണ്? വൈഡ് കവറേജ്, എല്ലാവരും കൊടുത്തേ പറ്റത്തുള്ളൂ, കംപ്ലീറ്റ്. കാരണം സാധനം വാങ്ങിക്കുന്നതിന് ടാക്സ് കൊടുത്തേ പറ്റത്തുള്ളൂ. അതാണ് വൈഡ് കവറേജ് ആണ്. നോ ഇവേഷൻ, ആർക്കും ഇതിൽ നിന്ന് വെട്ടിപ്പ് നടത്താൻ പറ്റത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്, ചുമ്മാതാ. അതുപോലെ ഇലാസ്റ്റിസിറ്റി, ചിലപ്പോൾ വേണമെങ്കിൽ റൈസ് ഇൻ പ്രൈസ് വരാം, ഫോൾ ഇൻ പ്രൈസ് വരാം. അതുപോലെ കൺവീനിയൻസ് ആണ്. കാരണം നമ്മൾ ഒരു എക്സ്ട്രാ ടാക്സ് അല്ല കൊടുക്കുന്നത്. ഒരു കമോഡിറ്റിയുടെ പ്രൈസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രൈസിൽ എന്തുണ്ട്, ടാക്സ് ഉണ്ട്. അത് കൺവീനിയൻ്റ് ആണ്. അതുപോലെ ഇറ്റ് ഈസ് മോർ പോപ്പുലർ ദാൻ ഡയറക്റ്റ് ടാക്സ്, അല്ലെ ബെറ്റർ ദാൻ ഡയറക്റ്റ് ടാക്സ്. അതായത് ഡയറക്റ്റ് ടാക്സിനെ അപേക്ഷിച്ച് കുറേ കൂടെ ബെറ്റർ ആണ്, അല്ലെ പോപ്പുലർ ആണ് ഇത്. അതുപോലെ പ്രൊഡക്റ്റീവാണ്.
ആണ്, ഹൈലി പ്രൊഡക്റ്റീവാണ്, പ്രൊഡക്ടിവിറ്റിയെ റേസ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രൊമോട്ട് സോഷ്യൽ വെൽഫെയർ, കാരണം ഒരുപാട് കളക്ഷൻ ഓഫ് ടാക്സ് വരുമ്പോൾ സൊസൈറ്റി ആസ് എ ഹോൾ കംപ്ലീറ്റ് വെൽഫെയർ ആക്ടിവിറ്റി ഈ ടാക്സ് ഉപയോഗിക്കാം. അപ്പോൾ പ്രൊമോട്ട് വെൽഫെയർ ആക്ടിവിറ്റീസ്. അതുപോലെ ഇറ്റ് ഈസ് പ്രോഗ്രസീവ്, ആസ് ഇൻകം ഇൻക്രീസസ് ഓർ പ്രൈസ് റൈസസ് എക്സ്ട്രാ ഇൻകം ടു ദ ഗവൺമെൻറ്. പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിന് എക്സ്ട്രാ ഇൻകം കിട്ടും. അതായത് പ്രൈസ് കൂടുന്നതിൻ്റെ അനുസരിച്ച് ടാക്സ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രോഗ്രസീവാണ്. പിന്നെ കളക്ഷൻ ഈസ് ഈസിയർ, വളരെ ഈസി കളക്ഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് ടാക്സ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രൈസിൽ തന്നെ ടാക്സ് ഉണ്ട്, അതുകൊണ്ട് പ്രത്യേക കളക്ഷനൊന്നും വേണ്ട. അപ്പോൾ ടാക്സ് കളക്ഷൻ ഈസിയറാണ്. പക്ഷേ ഡീമെറിറ്റും ഉണ്ട്. എന്തൊക്കെയാണ് ഡീമെറിറ്റ്? ഇത്രയൊന്നും നിങ്ങൾ എഴുതണമെന്നൊന്നുമില്ല, ഒരു 4-5 എണ്ണമൊക്കെ എഴുതിയാൽ മതി. റിഗ്രസീവ് ഇൻ ക്യാരക്ടർ. എന്താ റിഗ്രസീവ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നെസസറി കമോഡിറ്റിക്ക് ഹൈ പ്രൈസ് ഏർപ്പെടുത്തും. കോമൺ പീപ്പിൾ അത് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. റിച്ച് പീപ്പിളിന് അത് പ്രശ്നമല്ല, കാരണം റിച്ച് പീപ്പിൾ ഓൾറെഡി അവർക്ക് ഇൻകം ഉണ്ട്. നേരെ മറിച്ച് പുവർ പീപ്പിളിന് ലോ ഇൻകമാണ് ഉള്ളത്, പക്ഷേ അവർ ഹൈ പ്രൈസ് കൊടുക്കണം. ദാറ്റ് ഈസ് റിഗ്രസീവ്. അതിനെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ടാക്സ് റേറ്റ് ഏർപ്പെടുത്തുമ്പോൾ റിച്ച് പീപ്പിളും അതുപോലെ പുവർ പീപ്പിളും ഒരുപോലെ ആ റേറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ റിച്ച് പീപ്പിളിന് അത് പ്രശ്നമല്ല, പുവർ പീപ്പിളിന് പ്രശ്നമാണ്, കാരണം അവൻ്റെ ലിമിറ്റഡ് ഇൻകമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ റിഗ്രസീവ് എന്ന് പറയാം. അതുപോലെ അൺസർട്ടൻറ്റിയാണ്. സർട്ടൻറ്റി ഇല്ല ഇതിൻ്റെ അകത്തിൽ, എപ്പോഴും മാറാം. കാരണം എന്താ വെച്ചാൽ ഹൈ പ്രൈസ് വരുമ്പോൾ ചിലപ്പോൾ പർച്ചേസിങ് കുറയും, പർച്ചേസിങ് കുറയുമ്പോൾ ടാക്സും കുറയും. അതുപോലെ ഇൻഫ്ലേഷണറി ഇൻ ക്യാരക്ടറാണ്. കാരണം ആസ് പ്രൈസ് റൈസസ് ഇൻഫ്ലേഷൻ ഒക്കേഴ്സ്, അല്ലേ? പ്രൈസ് കൂടുക എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനാണ്. അതുപോലെ ഇൻഇക്വറ്റബിളാണ്. ഇക്വിറ്റിൻ്റെ അകത്തിലില്ല, ഇക്വാളിറ്റി ഇല്ല, ഇൻഇക്വറ്റബിളാണ്. ഡു നോട്ട് പ്രൊമോട്ട് സിവിക് കോൺഷ്യസ്നസ്. മുമ്പേ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ടാക്സിൻ്റെ അകത്തിൽ നമുക്കൊരു പൗരബോധമുണ്ട്, ഇതിൻ്റെ അകത്തിൽ അതില്ല, അതാണ്. പിന്നെ ഡിസ്കറേജ് സേവിങ്. നമുക്ക് സേവിങ്ങിന് പണമില്ല, കാരണം പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു, ടാക്സ് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സേവിങ്ങിന് ഇവിടെ ചാൻസ് കുറയുകയാണ്. അതുപോലെ നോ ഡയറക്റ്റ് ലിങ്ക് വിത്ത് ഗവൺമെൻറ്. ഇതിലെല്ലാം കള്ളത്തരങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെൻറ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞാലും വലിയ ഡയറക്റ്റ് ലിങ്ക് ഒന്നും ഇതിൻ്റെ അകത്തില്ല. അതുപോലെ തന്നെ ഇറ്റ് ഈസ് അൺഎക്കണോമിക് ഇൻ ക്യാരക്ടർ. ഇത്രയും കാര്യങ്ങളാണ് ഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഓർക്കുക, ടാക്സ് എന്താണ്? ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്.